എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ തയ്യാറാക്കിയ 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം തയ്യാറാക്കുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചേമ്പ് മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തയ്യാറാക്കുന്നത് ചേമ്പ് മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇത് നല്ല നാടൻ ചേമ്പാണ്. അപ്പോൾ ഇത് ഇത്രത്തോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ മെഴുക്ക് പുരട്ടാൻ എടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ ഇതിന് ആ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചേമ്പ് മുഴുവനൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ചേമ്പെല്ലാം അരിഞ്ഞെടുക്കാം. ഇനി ഇത് വയ്ക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇതേപോലെ 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിയും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം മീഡിയത്തിലിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വറുത്തെടുക്കണം. ഒട്ടും കരിയാതെ നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പകുതി സവാളയാണ്. സവാള സ്ലൈസ് ചെയ്തതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി വരണം. വാടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പ് ഇട്ട് കൊടുക്കാം. ചേമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏകദേശം 1 മിനിറ്റോളം നല്ലതുപോലെ ഇതിനെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉപ്പും ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ചേമ്പ് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചേമ്പിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം നന്നായിട്ട് വറ്റിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ചേമ്പ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ മസാല ചേമ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏറ്റവും ഒടുവിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചേമ്പ് മെഴുക്ക് പുരട്ടി ഈ ഒരു രീതിയിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് കൂൺ കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സൈസ് മഷ്റൂം ഉണ്ടല്ലോ, അതുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ഒരു പാക്കറ്റ് മഷ്റൂമാണ്. ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇരുമ്പില്ലാതെ കത്തിയില്ലാതെ തന്നെ കൈ വെച്ച് തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കുകയും ചെയ്യാം. അപ്പം കനം കുറച്ച് ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് മഷ്റൂമൊക്കെ വയ്ക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വേകാൻ വെച്ചിരുന്ന മഷ്റൂം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തുറന്നിട്ടതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത്
കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചിക്കി തോർത്തിയെടുക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റാം. അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ബീട്രൂട്ട് അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഒരു ബീട്രൂട്ട് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത ഒരു ബീട്രൂട്ടാണ്. ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട്. അത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ തോരനൊക്കെ വയ്ക്കാൻ എടുക്കുന്ന ഒരു പരുവത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ എടുത്ത് വെച്ച ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അച്ചാറിടാം. അച്ചാറിടാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സാധാരണ നമുക്ക് ആവശ്യമുള്ളത്ര വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയിലിട്ട് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇത് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് തന്നെ മതിയാകും. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുളിക്ക് ആവശ്യമുള്ള വിനാഗിരിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ മസാലയും വിനാഗിരി എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പം ബീട്രൂട്ട് അച്ചാർ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സപ്പോർട്ട് ചെയ്തേക്കൂ.